ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ മിൻ ടീച്ചറാണ്. മക്കളെ, ഇന്ന് നമുക്ക് പഠന മികവ് രേഖയിലെ അടുത്ത പാഠമായ തുറന്നുവിട്ട തത്ത. അതിനു മുന്നേ ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ. മഹാന്മാരുടെ ജീവചരിത്ര കുറിപ്പുകളും 3-4 ക്ലാസ്സിലെ മലയാളം പാഠങ്ങളും ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് പഠിക്കണം കേട്ടോ. തുടങ്ങാം നമുക്ക്. ആക്ടിവിറ്റി കാർഡ് 9. തുറന്നുവിട്ട തത്ത. ചിന്നുവിൻ്റെ വീട്ടുമുറ്റത്തുള്ള മുത്തശ്ശിപ്ലാവിൽ ധാരാളം കിളികൾ എത്താറുണ്ട്. രാവിലെ പക്ഷികളുടെ കലപില ശബ്ദം കേട്ടാണ് അവൾ ഉറക്കമുണർന്നത്. എന്നിട്ടവൾ എന്തായിരിക്കും കണ്ടത്? മക്കളെ, ഈ മരത്തിലോട്ടൊന്ന് നോക്കൂ. കണ്ട, എന്തൊക്കെയാണ് അവൾ കണ്ടത്? വിവിധ തരത്തിലുള്ള പക്ഷികളാണല്ലേ. എന്തൊക്കെയാണ് നോക്കൂ. ആദ്യം കാണുന്നത് എന്താണ്? തത്തയുണ്ട്. പിന്നെന്താണ്? മരംകൊത്തിയുണ്ട്. കാക്ക, കുയിൽ ആണോ? കാക്കയാണോ കുയിലാണോ? കുയിലാണല്ലേ. കുരുവിയുണ്ട്, മയിലുണ്ട്, പിന്നെ പ്രാവുണ്ട് അല്ലേ. മക്കളിത് എഴുതണം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി കാർഡിലോട്ട് പോകാം. ആക്ടിവിറ്റി കാർഡ് 10 ആണ്. എന്താണ് കാണുന്നത്? തത്തക്കൂടും തത്തക്കുഞ്ഞും അച്ഛനും അമ്മയും അല്ലേ. എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. പൂന്തോട്ടത്തിൻ്റെ വള്ളിപ്പടർപ്പിൽ നിന്ന് കിയോ കിയോ ശബ്ദം കേട്ട് ചിന്നുവും അമ്മയും അങ്ങോട്ട് പോയി. അമ്മേ, അതാ കുരുവിക്കൂട്ട് 2 കുഞ്ഞുങ്ങൾ, ചിന്നു വിളിച്ചു പറഞ്ഞു. അമ്മേ, കുരുവി കുഞ്ഞുങ്ങളെ നമുക്ക് കൂട്ടിലിട്ട് വളർത്താം. വേണ്ട മോളെ, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മ അവൾക്ക് പാഠപുസ്തകത്തിലെ തുറന്നുവിട്ട തത്ത എന്ന പാഠഭാഗത്തിലെ ചിത്രം കാണിച്ചു കൊടുത്തു. കൂട്ടിലടയ്ക്കപ്പെട്ട തത്തക്കുഞ്ഞിനെ ഓർത്ത് ചിന്നുവിന് വിഷമം തോന്നി. അച്ഛൻ തത്തയും അമ്മ തത്തയും തത്തക്കൂടിനു വെളിയിൽ കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന രംഗം അവൾ വരച്ചു. അതാണ് ഈ ചിത്രം. പ്രവർത്തനം: ഈ ചിത്രത്തിന് നിറം കൊടുത്ത് ഭംഗിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നല്ല നിറം കൊടുത്ത് മക്കളിത് ഭംഗിയാക്കണം. വരയ്ക്കാനും വളരെ എളുപ്പമാണ്. തത്തക്കൂടും തത്തമ്മയെയും വരയ്ക്കുക, എന്നിട്ട് നിറം കൊടുക്കുക കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 11 ആണ്. തുറന്നുവിട്ട തത്ത എന്ന പാഠം വായിച്ചില്ലേ? തുറന്നു കിടക്കുന്ന കൂട് നോക്കി നിൽക്കുന്ന കുട്ടിയുടെ ചിത്രം കണ്ടില്ലേ? എന്തെല്ലാമായിരിക്കും കുട്ടിയുടെ ചിന്തകൾ അല്ലേ? ഈ സമയത്ത് കുട്ടിക്കുണ്ടായ ചിന്തകൾ എന്തെല്ലാമായിരിക്കും എന്നാണ് ചോദ്യം. എഴുതാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. എഴുതാം അല്ലേ. എന്തൊക്കെയായിരിക്കും കുട്ടി ചിന്തിച്ചിരിക്കുക? പലതും ചിന്തിച്ചിരിക്കാം അല്ലേ. അയ്യോ, എൻ്റെ തത്തക്കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അയ്യോ, അമ്മ എൻ്റെ തത്തക്കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുത്തോ? അതിനെ പൂച്ച പിടിച്ചോ? തത്തക്കുഞ്ഞിനെ പറക്കാൻ തുറന്നു വിട്ടതാണോ? മറ്റാരെങ്കിലും വന്ന് തുറന്നു വിട്ടതാണോ? അത് ചത്തുപോയിട്ടുണ്ടാകുമോ? ഇങ്ങനെ പലതും കുഞ്ഞ് ചിന്തിക്കാം. മക്കൾക്ക് തോന്നുന്നത് എന്താണെങ്കിൽ അത് എഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം ആക്ടിവിറ്റി കാർഡ് 12. പക്ഷികളും വാസസ്ഥലങ്ങളും എന്ന തലക്കെട്ടോടെ ചിന്നു ശേഖരണ പുസ്തകത്തിൽ ചിത്രങ്ങൾ ഒട്ടിച്ചു. പക്ഷേ അവ ശരിയായ ക്രമത്തിലായിരുന്നില്ല. ശരിയായ രീതിയിൽ അവ വരച്ചു ചേർക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. എങ്ങനെ വരയ്ക്കും? ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. ആദ്യ ചിത്രം കോഴിയുടേതാണ്. കോഴിയുടേത് കോഴിക്കൂട്. അടുത്തത് കാക്ക, കാക്കക്കൂട്. കണ്ടോ? മൂന്നാമത്തേത് തത്തയാണ്, തത്തക്കൂട്. നാലാമത്തേത് തൂക്കണാങ്കുരുവിയാണ്, തൂക്കണാങ്കുരുവിയുടെ കൂട്. മക്കളിതെല്ലാം നോട്ട് പുസ്തകത്തിലോട്ട് പകർത്തി എഴുതി നല്ലതുപോലെ പഠിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റു വീഡിയോസ് കാണുകയും ചെയ്യണം കേട്ടോ.